ക്രിയേറ്റർമാർക്ക് വമ്പൻ ലോട്ടറി. വീഡിയോ പ്ലേ ചെയ്താൽ ഉടൻ തന്നെ വ്യൂ ആയി മാറും. യൂട്യൂബിലെ പുതിയ മാറ്റം ശരിക്കും ഞെട്ടിച്ചു. അതെ, ക്രിയേറ്റർമാർക്ക് ഇനി ആഘോഷിക്കാൻ കിടിലൻ മാറ്റവുമായി യൂട്യൂബ് എത്തുന്നു. ജനപ്രിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ യൂട്യൂബ് വ്യൂസ് കണക്കാക്കുന്ന രീതിയിൽ വൻ പരിഷ്കാരം നടത്തിയിരിക്കുകയാണ്. പുതിയ നിയമപ്രകാരം യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ പ്ലേ ആയി കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ 1 സെക്കൻഡ് പിന്നിട്ടാൽ തന്നെ അതൊരു പൂർണ്ണ വ്യൂ ആയി കണക്കാക്കും. ഇതുവരെ യൂട്യൂബ് ഷോർട്സുകളിൽ മാത്രമാണ് ഈ രീതി ലഭ്യമായിരുന്നത്. എന്നാൽ ഇനിയുള്ള മാറ്റം ലോങ് ഫോം വീഡിയോകൾക്കും ലൈവ് സ്ട്രീമുകൾക്കും അടക്കം യൂട്യൂബിലെ എല്ലാത്തരം വീഡിയോകൾക്കും ഈ ഒരു മാറ്റം ബാധകമായിരിക്കും. ഇതുവരെ ക്രിയേറ്റർമാർക്കിടയിൽ വിവിധ ഫോർമാറ്റുകൾക്ക് വെവ്വേറെ രീതിയിൽ വ്യൂസ് എണ്ണുന്നത് വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ പുതിയ മാറ്റം പഴയ വീഡിയോകളുടെ വ്യൂസിനെ ബാധിക്കില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ ഉള്ളടക്കം എത്രത്തോളം ആളുകളിലേക്ക് കൃത്യമായി എത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കും. എൻഗേജ്ഡ് വ്യൂസ് എന്ന പേരിലാണ് പണ്ടത്തെ രീതിയിലുള്ള വ്യൂസ് അറിയപ്പെടുക. പുതിയ നിയമം ഓഗസ്റ്റ് 24 മുതൽ നടപ്പിലാക്കുമെന്ന് കമ്പനി അറിയിച്ചു. അതേസമയം ചാനലുകളുടെ ആകെ വ്യൂസ് അതിവേഗം പുതിയ അപ്ഡേറ്റ് വർദ്ധിപ്പിക്കും. പക്ഷേ ക്രിയേറ്റർമാരുടെ വരുമാനത്തെയോ മോണിറ്റൈസേഷനെയോ ഇത് നേരിട്ട് ബാധിക്കില്ല എന്നും ഓർക്കണം. അതായത് വരുമാനം ലഭിക്കുന്നതിനായി കാഴ്ചക്കാർ കൂടുതൽ സമയം യൂട്യൂബ് വീഡിയോ കാണേണ്ടതുണ്ട്. അതിനാൽ പഴയതുപോലെ ക്രിയേറ്റർമാർക്ക് പണം ലഭിക്കുക എൻഗേജ്ഡ് ഷോർട്സ് വ്യൂസ്, എൻഗേജ്ഡ് വാച്ച് അവേഴ്സ് എന്നിവയെ അടിസ്ഥാനമാക്കി തന്നെയാണ്. എന്നിരുന്നാലും ഉയർന്ന വ്യൂസ് കണക്കാക്കുന്നതിലൂടെ ക്രിയേറ്റർമാർക്ക് ബ്രാൻഡുകളുമായും സ്പോൺസർമാരുമായും സഹകരിക്കുമ്പോൾ തങ്ങളുടെ ചാനലിന്റെ മൂല്യം വ്യക്തമാക്കാൻ സഹായിക്കും. അതേസമയം യൂട്യൂബിൽ മറ്റൊരു മാറ്റവും കൂടെ നടക്കുന്നുണ്ട്. യൂട്യൂബിൽ നിന്ന് വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിലെ മാനദണ്ഡങ്ങൾ കമ്പനി പുതുക്കിയിരിക്കുന്നു. പുതുതായി വരുന്ന ക്രിയേറ്റർമാരെയാണ് നിലവിലുള്ള കണ്ടന്റ് ക്രിയേറ്റർമാരെക്കാൾ ഇത് കൂടുതൽ ബാധിക്കുക. പുതിയ നിബന്ധനകൾ പ്രാബല്യത്തിൽ വരിക 2027 ഫെബ്രുവരി 1 മുതലായിരിക്കും. ഇതുവരെ 365 ദിവസത്തിനുള്ളിൽ 4000 വാച്ച് അവർ എന്നതായിരുന്നു മാനദണ്ഡമെങ്കിൽ ഇനി മുതൽ ഇത് 8000 വാച്ച് അവറായി ഉയർത്തും. അതുപോലെ യൂട്യൂബ് ഷോർട്സ് വഴിയും വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിഞ്ഞ 90 ദിവസത്തിനുള്ളിൽ ലഭിക്കേണ്ട വ്യൂസ് 10 ദശലക്ഷത്തിലധികം നിന്ന് 20 ദശലക്ഷമായി വർദ്ധിപ്പിച്ചു. 1000 സബ്സ്ക്രൈബേഴ്സ്മാർ വേണമെന്ന നിബന്ധനയിൽ നിലവിൽ മാറ്റമില്ല. നിലവിൽ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിനുള്ള ക്രിയേറ്റർമാർക്ക് ഈ മാറ്റങ്ങൾ ബാധകമാകില്ല എന്നും ഓർക്കണം. എന്നാൽ ഷോർട്സ് വരുമാനവുമായി ബന്ധപ്പെട്ട് ഈ പുതിയ നിബന്ധന എല്ലാവർക്കും ബാധകമാകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.